നമസ്കാരം. എല്ലാവർക്കും കൃഷ്ണ മൈൻഡ് പാത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതം നമ്മുടെ സ്വന്തമാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ സത്യത്തിൽ അങ്ങനെയാണോ? നമ്മുടെ ഒരു ദിവസത്തെ മൂഡ് മൊത്തത്തിൽ മാറ്റിക്കളയാൻ വെറും ഒരു വാക്കിനോ അല്ലെങ്കിൽ ഒരാളുടെ നോട്ടത്തിനോ ഒക്കെ പറ്റുമെന്ന് നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. രാവിലെ ഓഫീസിലെത്തുമ്പോൾ ഒരാൾ നമ്മളെ നോക്കി ഒന്ന് ചിരിച്ചില്ലെങ്കിൽ നമ്മുടെ സന്തോഷം അവിടെ തീർന്നു. പ്രിയപ്പെട്ട ഒരാൾ ഒരു മെസ്സേജിന് മറുപടി നൽകാൻ വൈകിയാൽ നമ്മുടെ സമാധാനം പോയി. റോഡിൽ വെച്ച് ആരോ ഒരാൾ നമ്മളെ നോക്കി ഒരു മോശം ആംഗ്യം കാണിച്ചാൽ അപ്പോൾ നമ്മുടെ സമാധാനം പോയി. ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ മാനസിക സമാധാനം കളയുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ സന്തോഷവും സങ്കടവും തീരുമാനിക്കാനുള്ള ആ റിമോട്ട് കൺട്രോൾ നമ്മൾ എത്ര എളുപ്പത്തിലാണ് മറ്റുള്ളവരുടെ കൈകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. മറ്റാരോ വിചാരിച്ചാൽ തളർന്നു പോകുന്ന അത്ര നിസ്സാരമാണോ നമ്മുടെ മനസ്സ്? മറ്റുള്ളവരുടെ വിമർശനങ്ങളെയും മോശം പെരുമാറ്റങ്ങളെയും പേഴ്സണലായി എടുക്കാതിരിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ മൂഡ് സ്പോയിൽ ചെയ്യാൻ ആരെയും അനുവദിക്കാത്ത അത്രയും കരുത്തുള്ള ഒരു മനസ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? മറ്റുള്ളവരുടെ മോശം പെരുമാറ്റം നമ്മുടെ സ്വഭാവത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് നാം തെറ്റിദ്ധരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും നമ്മൾ ഇത്ര പെട്ടെന്ന് ഡൗൺ ആകുന്നതിൻ്റെ കാരണം എന്താണ്? പലപ്പോഴും നമ്മൾ വിചാരിക്കും മറ്റുള്ളവരുടെ വികാരങ്ങൾ ഇത്ര പെട്ടെന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ വലിയൊരു ക്വാളിറ്റി എന്നാണ്. പണ്ട് ഞാനും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊന്നും മിണ്ടിയില്ലെങ്കിൽ ഞാൻ ഉടനെ അസ്വസ്ഥനാകുമായിരുന്നു. എന്നാൽ സത്യത്തിൽ ഇതൊരു തരം സെൽഫ് ഒബ്സഷനാണ്. ലോകത്തെ മുഴുവൻ നമ്മളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ലെൻസിലൂടെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരാൾ നമ്മളോട് മോശമായി പെരുമാറുന്നത് 99% സാഹചര്യങ്ങളും അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. അവരുടെ ബാഡ് മൂഡ്, അവരുടെ സ്ട്രെസ്, അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ, ഇതൊന്നും അറിയാതെ നമ്മളത് പേഴ്സണലായി എടുക്കുന്നു. വഴിയിലൂടെ പോകുന്നവർ നമ്മുടെ ബാഗിലേക്ക് കല്ലുകൾ എടുത്ത് ഇടുന്നത് പോലെയാണിത്. ആ കല്ലുകൾ പേര് നടന്ന് നമ്മൾ തളരുന്നു. എന്നാൽ കല്ലിട്ടവർ അത് അപ്പോൾ തന്നെ മറന്നു കാണും. ഈ കല്ലുകൾ താഴെ കളയാൻ നമുക്ക് സമയമായി. എന്തുകൊണ്ടാണ് ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഇത്രമാത്രം വേദനിക്കുന്നത്? അതിന്റെ ശാസ്ത്രീയ വശങ്ങളൊന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റീസൺ, ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ്, നമ്മുടെ തലച്ചോറിലെ ഈ ഭാഗമാണ് സാമൂഹികമായ അവഗണനകളെ തിരിച്ചറിയുന്നത്. ഒരു കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൈ പൊള്ളുമ്പോഴോ മുറിവേൽക്കുമ്പോഴൊക്കെ തലച്ചോറിലുണ്ടാകുന്ന അതേ വേദന തന്നെയാണ് ആരെങ്കിലും നമ്മളെ പുച്ഛിക്കുമ്പോഴോ വേദനിപ്പിക്കുമ്പോഴോ ഉണ്ടാകുന്നത്. അതായത് ശാരീരികമായ വേദനയും മാനസികമായി ഉണ്ടാകുന്ന വേദനയും തലച്ചോറിന് ഒന്ന് തന്നെയാണെന്ന സാരം. രണ്ടാമത്തേതാണ് സർവൈവൽ മെക്കാനിസം. പണ്ട് ഗുഹകളിൽ ജീവിച്ചിരുന്ന കാലത്ത് കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുക എന്നത് മരണത്തിന് തുല്യമായിരുന്നു. അതുകൊണ്ട് അപ്രിസിയേഷൻ കിട്ടുക എന്നത് നിലനിൽപ്പിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും കൂട്ടത്തിലുള്ളവരുടെ അപ്രീസിയേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അന്നത് നിലനിൽപ്പിന്റെ ഭാഗമായിരുന്നു. ഇന്നും നമ്മുടെ തലച്ചോർ ആ പഴയ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തേത് ഈഗോസെൻട്രിക് ബയാസ്. നമ്മളെല്ലാവരും ലോകത്തിന്റെ സെന്ററാണ്, അതുകൊണ്ട് ലോകം മുഴുവൻ നമ്മളെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് നമ്മൾ അറിയാതെ വിചാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനെയാണ് സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ 80% ആളുകളും സ്വന്തം പ്രശ്നങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അവർക്ക് നമ്മളെ ജഡ്ജ് ചെയ്യാൻ സമയമില്ല, നമ്മളെക്കുറിച്ച് ഓർക്കാനും സമയമില്ല. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾക്ക് നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇത്രയധികം വേദന തോന്നുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ്. ഇതിനെ നമുക്ക് മനുഷ്യരും കാലാവസ്ഥയും എന്ന് വിളിക്കാം. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ നമുക്ക് കാലാവസ്ഥയെ കണക്കാക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുറത്ത് നല്ല മഴയാണെങ്കിൽ നമ്മൾ ആകാശത്തോട്ട് നോക്കി ദേഷ്യപ്പെടുമോ? മഴയെ, നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുമോ? ഇല്ല. കാരണം
മഴ പെയ്യുന്നത് അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ കൊണ്ടാണെന്ന്, അത് നമ്മളെ വ്യക്തിപരമായി ഉപദ്രവിക്കാനല്ലെന്ന് നമുക്കറിയാം. മനുഷ്യരും അങ്ങനെയാണ്. അവരുടെ ദേഷ്യം, മൗനം, സങ്കടം എന്നിവ അവരുടെ ഉള്ളിലെ കാലാവസ്ഥയാണ്. അവർ വളർന്ന സാഹചര്യം, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ എന്നിവയാണ് ആ കാലാവസ്ഥ നിശ്ചയിക്കുന്നത്. ചിലർ ദേഷ്യപ്പെടുമ്പോൾ അത് ഇടിമിന്നൽ പോലെയാണ്. ചിലർ തണുത്തിരിക്കുമ്പോൾ അത് മഞ്ഞുവീഴ്ച പോലെയാണ്. ഇവിടെ നമ്മളൊരു മലയെ പോലെ ആകണം. മലയ്ക്ക് മുകളിൽ മഴ പെയ്യാം, വെയിലടിക്കാം, ഇടിമിന്നൽ വീഴാം. പക്ഷെ മല എന്നും മലയായി തന്നെ അവിടെ ഉണ്ടാകും. മറ്റുള്ളവരുടെ പെരുമാറ്റം അവരുടെ ഉള്ളിലെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യത്തിന് പകരം സഹതാപം തോന്നും. പാവം, അവരുടെ ഉള്ളിൽ എത്ര വലിയ കൊടുങ്കാറ്റായിരിക്കും നടക്കുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. എന്തൊക്കെ സംഭവിച്ചാലും അത് നമ്മൾ പേഴ്സണലായിട്ട് എടുക്കാതെ ഇരിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അനുഭവിക്കുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയുക എന്ന്. അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളെ നേരിടാൻ ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ചില പ്രായോഗികമായ പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ വഴിയാണ് 3 സെക്കൻഡ് ഗ്യാപ്പ്. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ റിയാക്ട് ചെയ്യാതെ മനസ്സിനുള്ളിൽ 1 മുതൽ 3 വരെ എണ്ണുക. ഒരു ദീർഘശ്വാസം എടുക്കുക. എന്നിട്ട് മനസ്സിനോട് ഇങ്ങനെ പറയുക, ഇത് അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ്, എന്നെക്കുറിച്ചുള്ള വിധിയല്ല. ആ 3 സെക്കൻഡ് നിങ്ങളുടെ ഉള്ളിലെ പെട്ടെന്നുള്ള ദേഷ്യത്തെ തണുപ്പിക്കാൻ സഹായിക്കും. ഇനി രണ്ടാമത്തേത്, നമ്മുടെ തലച്ചോറിനെ ഒന്ന് പറ്റിക്കുന്ന പണിയാണിത്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും നെഗറ്റീവ് കാരണങ്ങളാണ് ആദ്യം കണ്ടെത്തുക. അതിനെ ഒന്ന് ചലഞ്ച് ചെയ്യണം. ആ വ്യക്തി അങ്ങനെ പെരുമാറാൻ നിങ്ങളുമായി ബന്ധമില്ലാത്ത മറ്റു 3 കാരണങ്ങൾ ചിന്തിക്കുക. ഉദാഹരണത്തിനായി, ചിലപ്പോൾ അവർക്ക് ഇന്നലെ ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഓഫീസിൽ വലിയ ടാർജറ്റുകൾ ഉണ്ടാകാം, അതും അല്ലെങ്കിൽ അവർക്ക് പല്ലുവേദന പോലെ ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാമെന്ന് ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ വിഷയം നമ്മുടെ പേഴ്സണൽ വിഷയമല്ലാതായി മാറും. മൂന്നാമത്തേത്, നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുക, ഈ സിറ്റുവേഷനിൽ എനിക്ക് എന്തെങ്കിലും മാറ്റാൻ സാധിക്കുമോ? മറ്റൊരാളുടെ സ്വഭാവത്തെയോ സംസാരത്തെയോ മാറ്റാൻ നമുക്ക് കഴിയില്ല. അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യവുമല്ല. പക്ഷെ നമ്മളുടെ പ്രതികരണത്തെ, അതായത് റെസ്പോൺസിനെ മാറ്റാൻ നമുക്ക് പറ്റും. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എന്തിനാണ് നമ്മൾ സങ്കടപ്പെടുന്നത്? അവരുടെ ബിഹേവിയർ നമ്മുടെ കൺട്രോളിലല്ല. അതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യവുമില്ല. ഇനി നാലാമത്തേത്, ഇന്റേണൽ കോമ്പസ് ബിൽഡ് ചെയ്യുക എന്നത്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു ബോധമില്ലാത്തപ്പോഴാണ് മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മളെ തളർത്തുന്നത്. ഉദാഹരണത്തിന്, വെളിയിൽ നല്ല വെയിലുള്ളപ്പോൾ ഒരാൾ വന്ന് മഴ പെയ്യുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ കഠിനാധ്വാനിയാണെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ മടിയനെന്ന് വിളിച്ചാൽ അതൊരു തെറ്റായ വെതർ റിപ്പോർട്ടായിട്ട് മാത്രം കണ്ടാൽ മതി. സുഹൃത്തുക്കളെ, ഈ ലോകം നമ്മളെ മുഴുവൻ അംഗീകരിക്കണം എന്ന വാശി ഉപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യം കിട്ടും. ആളുകളെ അവരുടെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ തുടങ്ങുക. എല്ലാവരും വലിയ ഭാരങ്ങൾ പേറി നടക്കുന്നവരാണ്. നമ്മൾ കാണുന്ന ഈ മുഖങ്ങൾ പലപ്പോഴും മുഖമൂടികളാണ്. നമ്മുടെ ഈ ചെറിയ ജീവിതം പ്രപഞ്ചത്തിന്റെ ഒരു വലിയ സ്കെയിലിൽ വളരെ നിസ്സാരമാണ്. ആരോ ഒരാൾ നിങ്ങളോട് പറഞ്ഞ ഒരു വാചകം ഒരു ചെറിയ പൊട്ടുപോലെ മാത്രമാണ്. മറ്റൊരാൾ നമ്മളെ നോക്കുമ്പോൾ അവർ കാണുന്നത് അവരുടെ തന്നെ പ്രതിബിംബമാണ്. നമ്മുടെ ഉള്ളിലെ സമാധാനം നശിപ്പിക്കാൻ മറ്റാർക്കും അധികാരം കൊടുക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇതുപോലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.